ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 4ാം ടെസ്റ്റിന്റെ 3ാം ദിനം അത്യന്തം സംഭവവിപുലമായി. യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയുടേതാണ് ഇതിന്. 8ാമതായാണ് താരം ക്രീസിലെത്തിയത്. 171 പന്തിൽ താരം 9 ബൗണ്ടറികളും ഒരു സിക്സറും അടക്കമാണ് തന്റെ കന്നി സെഞ്ചുറി സ്വന്തമാക്കിയത്. ടീമെന്ന നിലയിൽ വലിയ തിരിച്ചടി ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ പ്രകടനം ഇന്ത്യക്ക് സന്തോഷിക്കാനും അഭിമാനിക്കാനും വക നൽകുന്നവയാണ്. ഇന്ത്യ വലിയൊരു ബാറ്റിംഗ് തകർച്ചയെ മുന്നിൽ കണ്ടപ്പോഴാണ് താരത്തിന്റെ നിർണായക പ്രകടനം. സീനിയർ താരങ്ങളെല്ലാം ഓസ്ട്രേലിയൻ ബോളിംഗ് നിരയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയപ്പോൾ ഇന്ത്യയുടെ വലിയ നാണക്കേടിലേക്ക് പോകാതെ പിടിച്ചു വരുത്തിയത് നിതീഷ് കുമാറിന്റെ ഇന്നിംഗ്സ് ആണ്. ഇതേസമയം വാഷിംഗ്ടൺ സുന്ദറിന്റെ അർദ്ധ സെഞ്ചുറിയും എടുത്തു പറയേണ്ടതാണ്. ഇവരുടെയും കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് മികച്ചൊരു ടോട്ടൽ പടുത്തുയർത്താൻ കഴിഞ്ഞത്. 8ാം നമ്പറിൽ ബാറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ് നിതീഷ് കുമാർ. അരങ്ങേറ്റ താരങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും സാധ്യമാകാത്ത നേട്ടമാണ് നിതീഷ് കുമാർ നേടിയെടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ 3ാമത്തെ ഇന്ത്യക്കാരനാണ് നിതീഷ് കുമാർ റെഡ്ഡി. ബാക്കി രണ്ടുപേർ സച്ചിൻ ടെണ്ടുൽക്കറും ഋഷഭ് പന്തുമാണ്. മകന്റെ സെഞ്ചുറി പ്രകടനത്തിൽ അച്ഛൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ജീവിതത്തിലെ മറക്കാനാവാത്ത ദിനമെന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് പ്രതികരിച്ചത്. ജോലി പോലും ഉപേക്ഷിച്ച് മകന്റെ സ്വപ്നത്തിനൊപ്പം നിന്ന അച്ഛന്റെ ത്യാഗം വെറുതെയായില്ല. നിറക്കണ്ണുകളോടെയാണ് നിതീഷ് കുമാറിന്റെ പിതാവും സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത്. ഇന്ത്യ 358-ന് 9 വിക്കറ്റ് എന്ന നിലയിലാണ്. മുഹമ്മദ് സിറാജിനെ കൂട്ടുനിർത്തിയാണ് നിതീഷ് കുമാർ റെഡ്ഡി തന്റെ സെഞ്ചുറി പ്രകടനം പൂർത്തിയാക്കിയത്. 1 വിക്കറ്റ് മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യക്ക് ഇനി ഓസ്ട്രേലിയക്കൊപ്പം എത്താൻ 116 റൺസ് കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 ദിനങ്ങൾ ഈ ടെസ്റ്റിന് വലിയൊരു വഴിത്തിരിവുണ്ടാക്കും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.